Welcome to another video. Plus 2 Political Science. Politics in India since Independence എന്ന ടെക്സ്റ്റിലെ ചാപ്റ്റർ 7 റൈസ് ഓഫ് പോപ്പുലർ മൂവ്മെൻറ്റ്സ്, ജനകീയ പ്രസ്ഥാനങ്ങൾ. ഈ ചാപ്റ്ററിൻ്റെ പാർട്ട് 1 വീഡിയോ ആണിത്. ഈ ചാനൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോകളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാണ്. എല്ലാവരും വീഡിയോകൾ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വീഡിയോയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. റൈസ് ഓഫ് പോപ്പുലർ മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ ജനകീയ പ്രസ്ഥാനങ്ങൾ. Today we are going to discuss meaning of popular movements. ജനകീയ പ്രസ്ഥാനങ്ങളുടെ അർത്ഥം അല്ലെങ്കിൽ ജനകീയ പ്രസ്ഥാനങ്ങൾ എന്നാൽ എന്ത് എന്നുള്ള കാര്യം നമ്മളൊന്ന് വിശദമായി ചർച്ച ചെയ്യും. ആൻഡ് ദെൻ ടൈപ്സ് ഓഫ് പോപ്പുലർ മൂവ്മെൻറ്റ്സ്, വിവിധ തരം ജനകീയ പ്രസ്ഥാനങ്ങൾ. പിന്നീട് ജനകീയ പ്രസ്ഥാനങ്ങൾ ഉത്ഭവിക്കാനിടയായ സാഹചര്യം. ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. പോപ്പുലർ മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ ജനകീയ പ്രസ്ഥാനങ്ങൾ. During the 1970s itself, people got dissatisfied and impatient because of a variety of reasons. 1970 മുതൽ തന്നെ ഇന്ത്യയിലെ ജനങ്ങൾ പലവിധ കാരണങ്ങളാൽ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു, ഇല്ലെങ്കിൽ നീരസത്തിൽ ആയിരുന്നു. Different sections of the society expressed their distrust in democratic politics. സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾ ജനാധിപത്യ രാഷ്ട്രീയത്തോട് ഉള്ള നീരസം പല രീതിയിൽ പ്രകടിപ്പിക്കാനായിട്ട് ആരംഭിക്കുന്നു, ഇല്ലെങ്കിൽ അവർക്ക് ഡെമോക്രാറ്റിക് പൊളിറ്റിക്സിലുള്ള വിശ്വാസം കുറയുന്നു, നഷ്ടപ്പെടുന്നു. People protested against the passive attitude of political parties towards their grievances. ജനകീയ പ്രശ്നങ്ങളോട്, ജനങ്ങളുടെ വിവിധ വിഷമങ്ങളോട് അല്ലെങ്കിൽ വിഷയങ്ങളോട് അല്ലെങ്കിൽ പരാതികളോട് ആക്റ്റീവായ രീതിയിലൊന്നും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രതികരിക്കാഞ്ഞപ്പോൾ, അല്ലെങ്കിൽ അവരുടെ ഒരു പാസീവ് ആറ്റിറ്റ്യൂഡ്, ഒരു നിഷ്ക്രിയമായിട്ടുള്ള ഒരു നിലപാട് സത്യത്തിൽ ജനങ്ങളിൽ വളരെയധികം വിഷമം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ നീരസം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടീസിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ people came forward under the banner of several social organizations and continued their fight. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടീസിലുള്ള വിശ്വാസമൊക്കെ കുറഞ്ഞു തുടങ്ങിയ ഒരു അവസരത്തിൽ പീപ്പിൾ കെയിം ഫോർവേഡ് അണ്ടർ ദ ബാനർ ഓഫ് സെവറൽ സോഷ്യൽ ഓർഗനൈസേഷൻസ്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ സഹായം തേടാതെ ജനങ്ങൾ സോഷ്യൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ ആരംഭിക്കുകയും അവരുടെ ഒരു ഫൈറ്റ് അല്ലെങ്കിൽ ഒരു പോരാട്ടം അനീതിക്കെതിരെയൊക്കെ നടത്തുകയും ചെയ്യുന്നു. സത്യത്തിൽ ദിസ് ഈസ് ദ ബിഗിനിങ് ഓഫ് പോപ്പുലർ മൂവ്മെൻറ്റ്സ്. ഇതാണ് സത്യത്തിൽ ജനകീയ പ്രസ്ഥാനങ്ങളുടെ ഒരു ഉത്ഭവം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലായിരുന്നു, ഒരു ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു സത്യത്തിൽ ഇന്ത്യയിൽ ജനകീയ പ്രസ്ഥാനങ്ങൾ ഉടലെടുക്കുന്നത് അല്ലെങ്കിൽ അവയുടെ ആരംഭം കുറിക്കുന്നത്. ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോപ്പുലർ മൂവ്മെൻറ്റ്സ് പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്സ് ഉണ്ട്, സോഷ്യൽ മൂവ്മെൻറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്, സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ ഉണ്ട്. അപ്പോൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഉദാഹരണം എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ്, നമ്മുടെ ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനം അല്ലെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം, അതൊരു പൊളിറ്റിക്കൽ മൂവ്മെൻ്റ് ആയിരുന്നു. മറ്റൊന്ന് സോഷ്യൽ മൂവ്മെൻറ്റ്സിന് ഉദാഹരണം എന്ന് പറയുന്നത് ആൻറ്റി കാസ്റ്റ് മൂവ്മെൻറ്റ്സ്, വിവിധ ജാതികളുടെ പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ജാതീയതയ്ക്ക് എതിരെ നീങ്ങിയ പ്രസ്ഥാനങ്ങൾ, ആൻറ്റി കാസ്റ്റ് മൂവ്മെൻറ്റ്സ്. അതോടൊപ്പം തന്നെ ട്രേഡ് യൂണിയൻ മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ, ഇവയെല്ലാം പിന്നെ സോഷ്യൽ മൂവ്മെൻറ്റ്സിന് ഉദാഹരണങ്ങളായിരുന്നു. പാർട്ടി ബേസ്ഡ് മൂവ്മെൻറ്റ്സിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം. ഓൾ പൊളിറ്റിക്കൽ പാർട്ടീസ് ഫോം ദെയർ ഓൺ ട്രേഡ് യൂണിയൻസ് ടു മൊബിലൈസ് ദ വർക്കേഴ്സ്. ഒരുമാതിരിപ്പെട്ട എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തന്നെ ജനങ്ങളുടെ അല്ലെങ്കിൽ തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ട്രേഡ് യൂണിയനുകൾ ആരംഭിക്കുകയാണ്, അല്ലെങ്കിൽ കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ആരംഭിക്കുകയാണ്. തൊഴിലാളികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ തൊഴിലാളികളെ സ്വന്തം സംഘടനയിലേക്ക് ചേർക്കുന്നതിന് വേണ്ടിയിട്ട് അവർ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ആരംഭിക്കുകയാണ്. മോസ്റ്റ് ഓഫ് ദി പെർസൺസ് ആൻഡ് വർക്കേഴ്സ് മൂവ്മെൻറ്റ്സ് ഇൻ ഇന്ത്യ വർ പാർട്ടി ബേസ്ഡ് മൂവ്മെൻറ്റ്സ്. ഇന്ത്യയിലുള്ള ഒരുമാതിരിപ്പെട്ട അല്ലെങ്കിൽ മിക്കവാറുമുള്ള കർഷക പ്രസ്ഥാനങ്ങളും തൊഴിലാളി പ്രസ്ഥാനങ്ങളും എല്ലാം തന്നെ പാർട്ടി അധിഷ്ഠിതമായിട്ടുള്ള പ്രസ്ഥാനങ്ങളായിരുന്നു സത്യത്തിൽ. ബട്ട് ദേ ഡിഡ് നോട്ട് ഫോർമലി പാർട്ടിസിപ്പേറ്റ് ഇൻ ഇലക്ഷൻസ് ഡ്യൂറിങ് ദ ഇനീഷ്യൽ സ്റ്റേജസ്.
എന്നാൽ ഈ പാർട്ടി അധിഷ്ഠിത പ്രസ്ഥാനങ്ങളായിരുന്നുവെങ്കിലും ദേ ഡിഡ് നോട്ട് ഡയറക്ട്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ എലക്ഷൻസ്. ഈ പ്രസ്ഥാനങ്ങളൊന്നും തന്നെ നേരിട്ട് ഇലക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നില്ല, അല്ലെങ്കിൽ പങ്കെടുത്തിരുന്നില്ല ആദ്യ ഘട്ടങ്ങളിൽ. ബട്ട് മെനി പാർട്ടിസിപ്പൻസ് മെയിൻറ്റെയിൻഡ് റിലേഷൻഷിപ്പ് വിത്ത് പൊളിറ്റിക്കൽ പാർട്ടീസ്. ഒരു ഇലക്ഷൻ പങ്കെടുത്തിരുന്നില്ല എങ്കിലും ഈ പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ വളരെ കാര്യമായ രീതിയിൽ, അല്ലെങ്കിൽ വളരെ കാര്യക്ഷമമായ രീതിയിൽ പൊളിറ്റിക്കൽ പാർട്ടീസുമായിട്ട് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തിരുന്നു, അല്ലെങ്കിൽ ബന്ധങ്ങൾ സ്ഥാപിച്ചിരുന്നു. Their link with political parties was beneficial because their demands were given representation in party politics. ഇവരുടെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് വളരെയധികം ബെനിഫിഷ്യൽ ആയിരുന്നു, അല്ലെങ്കിൽ വളരെയധികം ഫ്രൂട്ട്ഫുൾ ആയിരുന്നു, അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിരുന്നു, അല്ലെങ്കിൽ നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്നതായിരുന്നു. കാരണം ഈ പ്രസ്ഥാനങ്ങളുടെ എല്ലാം തന്നെ, ഇല്ലെങ്കിൽ ഈ തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ എല്ലാം തന്നെ ഡിമാൻഡുകൾ പൊളിറ്റിക്കൽ പാർട്ടീസിലേക്ക് എത്തിക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞിരുന്നു, ഇല്ലെങ്കിൽ രാഷ്ട്രീയ ചർച്ചയാക്കാനായിട്ട് ഈ വിഭാഗങ്ങൾക്ക് കഴിഞ്ഞിരുന്നു. ഇനി നോൺ പാർട്ടി മൂവ്മെൻറ്റ്സിനെ പറ്റി നമുക്കൊന്ന് ചർച്ച ചെയ്യാം. 1970s and 1980s, the activities of political parties created despair among the people. നോൺ പാർട്ടി മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് പാർട്ടി ഇതര പ്രസ്ഥാനങ്ങൾ, പാർട്ടികളുമായിട്ട് ബന്ധമൊന്നും ഇല്ലാത്ത പ്രസ്ഥാനങ്ങളെയാണ് നോൺ പാർട്ടി മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. In 1970s and 1980s, the activities of political parties created despair among the people. 1970കളിലും 1980കളിലുമൊക്കെ the activities of political parties created despair among the people. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനം എന്ന് പറയുന്നത് സത്യത്തിൽ ജനങ്ങൾക്ക് അത്യധികം നിരാശയും നീരസവും വിദ്വേഷവും എല്ലാം ഉണ്ടാക്കാൻ മാത്രമേ ഉപകരിച്ചുള്ളൂ. കാരണം അവർ ജനകീയ വിഷയങ്ങളിലൊന്നും തന്നെ ഇടപെട്ടില്ല. They did not listen to the പ്രോബ്ലംസ് ഓഫ് ദി പീപ്പിൾ. ജനങ്ങളുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളെയൊന്നും ഈ പൊളിറ്റിക്കൽ പാർട്ടീസ് അഡ്രസ്സ് ചെയ്തിരുന്നില്ല ആ ഒരു കാലഘട്ടത്തിൽ. മറ്റൊരു കാരണം ഫെയിലിയർ ഓഫ് ജനതാ എക്സ്പെരിമെൻറ്റ്, അല്ലെങ്കിൽ ജനതാ പാർട്ടിയെ രാഷ്ട്രീയത്തിൽ അധികാരത്തിലെത്തിച്ച് പരീക്ഷണം നടത്തിയായിരുന്നു. വി ഹാവ് ഡിസ്കസ്ഡ് ഇൻ പ്രീവിയസ് ചാപ്റ്റേഴ്സ്. ഈ ജനതാ പാർട്ടിയുടെ ആ ഒരു പരീക്ഷണവും, അല്ലെങ്കിൽ ജനതാ ഗവൺമെൻറ്റിൻ്റെ ഒരു അധികാരത്തിലേറലും പരാജയവും എല്ലാം നമ്മൾ ഇതിനു മുമ്പുള്ള ചാപ്റ്ററുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. Failure of Janata experiment and the consequent political instability were the main cause for this. അപ്പോൾ ഇതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഫെയിലിയർ ഓഫ് ജനത എക്സ്പെരിമെൻറ്റ്, ജനതാ പാർട്ടിയെ പരീക്ഷിച്ച് പരാജയപ്പെട്ടു, അതായിരുന്നു ഒരു കാരണം എന്ന് പറയുന്നത്. ആൻഡ് ദ കോൺസിക്വൻറ്റ് പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി, അതിനുശേഷം ആ പരാജയവും, ജനതാ ഗവൺമെൻറ് പരാജയവും അതിനുശേഷം ഉണ്ടായ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി, അല്ലെങ്കിൽ രാഷ്ട്രീയ അസ്ഥിരതയും എല്ലാം തന്നെ ഇതിന് കാരണം ആയിരുന്നു. The people were disillusioned with the economic policies of the government. അതോടൊപ്പം തന്നെ മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകളുടെ സാമ്പത്തിക നയങ്ങൾ ജനങ്ങൾക്ക് അത്യധികം ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നവ ആയിരുന്നു. Even though India adopted economic planning, poverty and inequality prevailed in the country. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രം തുടക്കം മുതൽ തന്നെ, ആരംഭം മുതൽ തന്നെ എക്കണോമിക് പ്ലാനിങ്, അല്ലെങ്കിൽ സാമ്പത്തിക ആസൂത്രണം നടപ്പിലാക്കിയിരുന്നുവെങ്കിലും ദാരിദ്ര്യവും ഇന്നിക്വാളിറ്റി, അസമത്വവും സമൂഹത്തിൽ ഈ 1970-80 കാലഘട്ടങ്ങളിലും നിലനിൽക്കുകയായിരുന്നു. The benefits of economic growth did not reach evenly to all sections of the society. സാമ്പത്തിക വളർച്ചയുടെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ്, നേട്ടം എന്ന് പറയുന്നത് സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒരേപോലെ ലഭ്യമായിരുന്നില്ല. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ദ റിച്ച് ബിക്കെയിം റിച്ചർ ആൻഡ് ദ പുവർ ബിക്കെയിം പുവർ. ആ ഒരു സിറ്റുവേഷനിലായിരുന്നു അന്നും കാര്യങ്ങൾ നടന്നു പോയിക്കൊണ്ടിരുന്നത്. അല്ലെങ്കിൽ സമ്പന്നർ കൂടുതൽ സമ്പന്നരായിരുന്നു, ദരിദ്രരായി തന്നെ നിലനിൽക്കുന്നു എന്നുള്ള, അല്ലെങ്കിൽ കൂടുതൽ ദരിദ്രരാകുന്നു എന്നുള്ളൊരവസ്ഥയായിരുന്നു അന്നും നിലനിന്നിരുന്നത്. ഇതെല്ലാം ജനങ്ങളുടെ മനസ്സിൽ അത്യധികം ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്. There was wide gulf between the urban and rural people and between the rich and the poor. ഇപ്പം നഗരവാസികളും ഗ്രാമവാസികളും തമ്മിലുള്ള ആ ഒരു അന്തരം എന്ന് പറയുന്നത് വളരെ വിപുലമായിരുന്നു. നഗരവാസികൾ ഒരുപാട് സമ്പന്നരും ജീവിത സാഹചര്യങ്ങളുള്ളവരും, ഗ്രാമവാസികൾ അത്യധികം ദാരിദ്ര്യത്തിലും, അല്ലെങ്കിൽ ജീവിത നിലവാരമെല്ലാം വളരെ താഴ്ന്ന നിലയിലും ജീവിക്കുന്നവരായിരുന്നു. അതോടൊപ്പം തന്നെ ദ റിച്ച് ആൻഡ് ദ പുവർ, നമ്മൾ നേരത്തെ പറഞ്ഞ സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള അന്തരവും വളരെ കൂടുതൽ ആയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ മെനി പൊളിറ്റിക്കലി ആക്റ്റീവ് ഗ്രൂപ്പ്സ് ലോസ്റ്റ് ഫെയ്ത്ത് ഇൻ ഡെമോക്രസി ആൻഡ് ഇലക്ട്രൽ പൊളിറ്റിക്സ്. അപ്പോൾ ഈ ഒരു സാഹചര്യമൊക്കെ ഇങ്ങനെ നിലവിൽ വന്നപ്പോൾ, അല്ലെങ്കിൽ നിലവിൽ കണ്ടുകൊണ്ടിരുന്നപ്പോൾ, മെനി പൊളിറ്റിക്കലി ആക്റ്റീവ് ഗ്രൂപ്പ്സ്, രാഷ്ട്രീയപരമായിട്ട് വളരെയധികം ആക്റ്റീവായിരുന്ന പല ഗ്രൂപ്പുകളും
ദ ലോസ്റ്റ് ഫെയ്ത്ത് ഇൻ ഡെമോക്രസി, അവർക്ക് ജനാധിപത്യത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുകയും ആൻഡ് ഇലക്ട്രൽ പൊളിറ്റിക്സിലുള്ള ഇല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ജനാധിപത്യത്തിലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലും ഉള്ള വിശ്വാസമെല്ലാം ഒരു കാലത്ത് വളരെയധികം പാർട്ടി പൊളിറ്റിക്സിൽ വളരെയധികം പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്ന പല വിഭാഗങ്ങൾക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു, ഇല്ലെങ്കിൽ അവിശ്വാസത്തിന് ഇടയാക്കുന്നു. സോ ദേ ലെഫ്റ്റ് പാർട്ടി പൊളിറ്റിക്സ് ആൻഡ് ബിഗാൻ ടു മൊബിലൈസ് പീപ്പിൾ ഫോർ എക്സ്പ്രസിങ് ദെയർ പ്രൊട്ടസ്റ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള വിഭാഗങ്ങൾ പല അവസരങ്ങളിലും ദേ ലെഫ്റ്റ് പാർട്ടി പൊളിറ്റിക്സ്, അവർ രാഷ്ട്രീയ അല്ലെങ്കിൽ പാർട്ടി അധിഷ്ഠിത രാഷ്ട്രീയം ഉപേക്ഷിക്കുകയും ആൻഡ് ബിഗാൻ ടു മൊബിലൈസ് പീപ്പിൾ ഫോർ എക്സ്പ്രസിങ് ദെയർ പ്രൊട്ടസ്റ്റ്, എന്നിട്ട് ജനങ്ങളെ രാഷ്ട്രീയ ഇതര രീതിയിൽ ജനങ്ങളെ സംഘടിപ്പിക്കുകയും അവരുടെ പ്രതിഷേധം വ്യക്തമാക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നു. സ്റ്റുഡൻസ് ആൻഡ് യൂത്ത് ഓർഗനൈസ് ദ ദളിത്സ് ആൻഡ് ആദിവാസീസ്. അപ്പോൾ ആദിവാസികളെയും ദളിതരെയും എല്ലാം ഓർഗനൈസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ സംഘടിപ്പിക്കുന്നതിന് സ്റ്റുഡൻസ് വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ യുവജനങ്ങളും എല്ലാം മുന്നിട്ട് ഇറങ്ങുകയാണ്. ദ മിഡിൽ ക്ലാസ് യങ് പീപ്പിൾ സ്റ്റാർട്ടഡ് സർവീസ് ഓർഗനൈസേഷൻസ് എമംഗ് ദ റൂറൽ പുവർ. അപ്പോൾ മിഡിൽ ക്ലാസ്സിലുള്ള മധ്യ വിഭാഗത്തിലുള്ള യുവാക്കൾ എല്ലാം തന്നെ ദേ സ്റ്റാർട്ടഡ് സർവീസ് ഓർഗനൈസേഷൻസ് എമംഗ് ദ റൂറൽ പുവർ. അവർ പല സർവീസ് ഓർഗനൈസേഷൻസ് ഇല്ലെങ്കിൽ സാംസ്കാരിക സംഘടനകളും ഇല്ലെങ്കിൽ സന്നദ്ധ സേവന സംഘടനകളും ആരംഭിച്ച് ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമൊക്കെയുള്ള പാവപ്പെട്ടവരെ സഹായിക്കാനായിട്ട് തുടങ്ങുന്നു. ദീസ് ഓർഗനൈസേഷൻസ് കെപ്റ്റ് അവേ ഫ്രം പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് ഓൾസോ ഫ്രം പാർട്ടി പൊളിറ്റിക്സ്. അപ്പോൾ ഈ പ്രസ്ഥാനങ്ങളുടെ എല്ലാം പ്രത്യേകത എന്ന് പറയുന്നത് ദേ കെപ്റ്റ് അവേ ഫ്രം പൊളിറ്റിക്കൽ പാർട്ടീസ്, അവർ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ടായിരുന്നു പ്രവർത്തിക്കുന്നത്. ആൻഡ് ഓൾസോ ഫ്രം പാർട്ടി പൊളിറ്റിക്സ്, അതോടൊപ്പം തന്നെ പാർട്ടി പൊളിറ്റിക്സ് അല്ലെങ്കിൽ പാർട്ടി രാഷ്ട്രീയം അല്ലെങ്കിൽ കക്ഷി രാഷ്ട്രീയം അതിൽ നിന്നും മാറി നിന്നുകൊണ്ടായിരുന്നു ഈ ജനങ്ങളെല്ലാം തന്നെ ഇല്ലെങ്കിൽ ഈ പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടീസിൽ നിന്നും മാറി നിന്ന് പ്രവർത്തിക്കുന്നു, അതോടൊപ്പം തന്നെ പാർട്ടി പൊളിറ്റിക്സിൽ നിന്നും മാറി നിന്ന് പ്രവർത്തിക്കുന്നു. അതായിരുന്നു ഈ സംഘടനകളുടെ ഒരു പ്രവർത്തന രീതിയെന്ന് പറയുന്നത്. അപ്പോൾ ഈ സംഘടനകളെ ലേറ്റർ മെനി ഓഫ് ദീസ് ഓർഗനൈസേഷൻസ് ബിഗാൻ ടു ബി നോൺ ആസ് വോളണ്ടറി ഓർഗനൈസേഷൻസ്. അപ്പോൾ പിന്നീട് ഈ സംഘടനകളെ വോളണ്ടറി ഓർഗനൈസേഷൻസ് എന്നുള്ള പേരിൽ അറിയപ്പെടാനായിട്ട് തുടങ്ങുന്നു. വോളണ്ടറി ഓർഗനൈസേഷൻസ് എന്ന പേരിൽ അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകൾ എന്ന പേരിൽ ഈ പ്രസ്ഥാനങ്ങൾ പിന്നീട് അറിയപ്പെടാൻ തുടങ്ങുകയാണ്. ദേ ഡിഡ് നോട്ട് കണ്ടസ്റ്റ് ഇൻ ഇലക്ഷൻ. ഈ വോളണ്ടറി ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകളുടെ രീതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രവർത്തന രീതി എന്ന് പറയുന്നത് അവ പാർട്ടി ഇലക്ഷനിൽ പങ്കെടുത്തിരുന്നില്ല. ദേ ഡിഡ് നോട്ട് കണ്ടസ്റ്റ് ഇൻ ഇലക്ഷൻ. Even though most of them believed in politics and wanted to participate in politics but not through political parties. പക്ഷേ ഇവർക്ക് എല്ലാവർക്കും രാഷ്ട്രീയത്തിലും വിശ്വാസമുണ്ടായിരുന്നുവെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് പ്രവർത്തിക്കാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നുവെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടീസിനോട് ഒത്തുചേർന്ന് പ്രവർത്തിക്കാനായിട്ട് അവർക്കൊരു താല്പര്യവും ഇല്ലായിരുന്നു. അതായത് അവർക്ക് രാഷ്ട്രീയത്തിൽ വിശ്വാസമുണ്ട്, രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ താല്പര്യമുണ്ട്, പക്ഷേ പൊളിറ്റിക്കൽ പാർട്ടീസ് അന്ന് നിലവിലുണ്ടായിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് ചേരാനായിട്ട് അവർക്ക് താല്പര്യം ഇല്ലായിരുന്നു. എന്നാൽ അവർക്ക് രാഷ്ട്രീയത്തിൽ വിശ്വാസവും ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളതായിരുന്നു അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളൊരു പ്രത്യേകത ഉള്ളത് കൊണ്ട് തന്നെ ഹെൻസ് ദേ ആർ ടേംഡ് ആസ് നോൺ പാർട്ടി പൊളിറ്റിക്കൽ ഫോർമേഷൻസ്. അതുകൊണ്ട് തന്നെ ഇവരെ പാർട്ടി ഇതര രാഷ്ട്രീയ രൂപീകരണങ്ങൾ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. പാർട്ടി ഇതര രാഷ്ട്രീയ രൂപീകരണങ്ങൾ അല്ലെങ്കിൽ നോൺ പാർട്ടി പൊളിറ്റിക്കൽ ഫോർമേഷൻസ്. അത് നമുക്കൊന്നുകൂടെ ഒന്ന് പറയാം. ഈവൻ ദോ മോസ്റ്റ് ഓഫ് ദം ബിലീവ്ഡ് ഇൻ പോളിറ്റിക്സ് ആൻഡ് വാണ്ടഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ പോളിറ്റിക്സ് ബട്ട് നോട്ട് ത്രൂ പൊളിറ്റിക്കൽ പാർട്ടീസ്. ഇവർക്ക് രാഷ്ട്രീയത്തിൽ വിശ്വാസമുണ്ടായിരുന്നു. ആൻഡ് വാണ്ടഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ പോളിറ്റിക്സ്, രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാനും താല്പര്യമുണ്ടായിരുന്നു. രാഷ്ട്രീയത്തിൽ വിശ്വാസമുണ്ടായിരുന്നു, രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാനും താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ രാഷ്ട്രീയ പാർട്ടികളോട് ഒത്തുചേർന്ന് പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളിൽ അംഗമായി പ്രവർത്തിക്കാനായിട്ട് അവർക്ക് താല്പര്യം ഇല്ലായിരുന്നു. അതായിരുന്നു അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ദേ ആർ ടേംഡ് ആസ് നോൺ പാർട്ടി പൊളിറ്റിക്കൽ ഫോർമേഷൻസ് എന്ന് അറിയപ്പെടുന്നത്, ഇല്ലെങ്കിൽ പാർട്ടി ഇതര രാഷ്ട്രീയ രൂപീകരണങ്ങൾ എന്ന് അറിയപ്പെടുന്നത്.
They expected that the direct participation of the people would reform the very nature of a democratic government. അപ്പോൾ അവർ വിചാരിച്ചിരുന്നത് അല്ലെങ്കിൽ അവരുടെ വിശ്വാസം എന്ന് പറയുന്നത് direct participation of the people would reform the very nature of a democratic government. അപ്പോൾ ജനങ്ങളുടെ രാഷ്ട്രീയത്തിലുള്ള ആ നേരിട്ടുള്ള ഇടപെടൽ ഇല്ലെങ്കിൽ ഒരു താല്പര്യം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ ഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വുഡ് റിഫോം ദ വെരി നേച്ചർ ഓഫ് എ ഡെമോക്രാറ്റിക് ഗവൺമെൻറ്. ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ ആ നേച്ചറിനെ അല്ലെങ്കിൽ ആ ഒരു പ്രവർത്തന രീതിയെ നല്ല രീതിയിൽ റിഫോം ചെയ്യാൻ അല്ലെങ്കിൽ പരിഷ്കരിക്കാൻ കഴിയും എന്നുള്ളതായിരുന്നു അവരുടെ ഒരു വിശ്വാസമെന്ന് പറയുന്നത്. അതായത് ജനങ്ങൾ നേരിട്ട് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ജനാധിപത്യ ഗവൺമെൻറ്റുകളുടെ പ്രവർത്തന രീതിയെ കാര്യക്ഷമമായ രീതിയിൽ മാറ്റിമറിക്കാൻ കഴിയും എന്ന് ഇവർക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. സച്ച് വോളണ്ടറി ഓർഗനൈസേഷൻസ് ഫങ്ഷൻ ഇൻ മെനി പാർട്സ് ഓഫ് ദി കൺട്രി. അപ്പോൾ ഈ തരത്തിൽ ചിന്താഗതിയുള്ള വോളണ്ടറി ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകൾ അല്ലെങ്കിൽ നോൺ പാർട്ടി പൊളിറ്റിക്കൽ ഫോർമേഷൻസ് ഫങ്ഷൻ ഇൻ മെനി പാർട്സ് ഓഫ് ദി കൺട്രി. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങൾ ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ പ്രവർത്തനം നടത്തി വരികയായിരുന്നു അല്ലെങ്കിൽ വളരെ വിജയകരമായ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരവസ്ഥയായിരുന്നു കാണാൻ കഴിഞ്ഞിരുന്നത്. ബട്ട് മെനി ഓഫ് ദീസ് ഓർഗനൈസേഷൻസ് ആർ ഫണ്ടഡ് ബൈ എക്സ്റ്റേണൽ ഓർ ഇൻ്റർനാഷണൽ ഏജൻസീസ്. എന്നാൽ ഇവയ്ക്ക് ഒരു നെഗറ്റീവ് ആസ്പെക്റ്റും ഉണ്ടായിരുന്നു, ഇല്ലെങ്കിൽ ഒരു തെറ്റായ അല്ലെങ്കിൽ ഒരു ഡ്രോബാക്ക് കൂടി ഉണ്ടായിരുന്നു, ഒരു പോരായ്മ കൂടി ഉണ്ടായിരുന്നു. ബട്ട് മെനി ഓഫ് ദീസ് ഓർഗനൈസേഷൻസ് ആർ ഫണ്ടഡ് ബൈ എക്സ്റ്റേണൽ ഓർ ഇൻ്റർനാഷണൽ ഏജൻസീസ്. ഈ പ്രസ്ഥാനങ്ങളിൽ വോളണ്ടറി ഓർഗനൈസേഷൻസിലും അല്ലെങ്കിൽ നോൺ പാർട്ടി പൊളിറ്റിക്കൽ ഫോർമേഷൻസിലും എല്ലാം പല അവസരങ്ങളിലും ആർ ഫണ്ടഡ് ബൈ എക്സ്റ്റേണൽ ഓർ ഇൻ്റർനാഷണൽ ഏജൻസീസ്. പലപ്പോഴും ഇവർക്ക് ഫണ്ട് ലഭിച്ചിരുന്നത് അല്ലെങ്കിൽ അവർക്ക് പ്രവർത്തന മൂലധനം ലഭിച്ചിരുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കാനുള്ള ധനം ലഭിച്ചിരുന്നത് ഇന്ത്യക്ക് പുറത്തു നിന്നും ആയിരുന്നു അല്ലെങ്കിൽ അന്താരാഷ്ട്ര ഏജൻസികളിൽ നിന്ന് ആയിരുന്നു. അതായിരുന്നു ഇവരുടെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. ഇറ്റ് വീക്കൻഡ് ദെയർ ഇനിഷ്യേറ്റീവ്. അപ്പോൾ അങ്ങനെ വിദേശ സഹായമൊക്കെ തേടേണ്ടി വന്ന ഒരു സാഹചര്യത്തിൽ ഇല്ലെങ്കിൽ വിദേശ ഏജൻസികളുടെയോ ഇൻ്റർനാഷണൽ ഏജൻസികളുടെയോ ഒക്കെ ഫണ്ടിങ് ഇല്ലെങ്കിൽ ധനസഹായം തേടേണ്ടി വന്ന സാഹചര്യത്തിൽ ഇവരുടെ പ്രവർത്തനം ഇല്ലെങ്കിൽ ഈ നോൺ പാർട്ടി പൊളിറ്റിക്കൽ ഫോർമേഷൻസിൻ്റെയും വോളണ്ടറി ഓർഗനൈസേഷൻസിൻ്റെയും എല്ലാം പ്രവർത്തനം എന്ന് പറയുന്നത് സത്യത്തിൽ ക്ഷയിക്കുകയാണ് ഉണ്ടായത്. കാരണം പല അവസരങ്ങളിലും അവർക്ക് ഈ ഇൻ്റർനാഷണൽ ഏജൻസീസുമായിട്ടും അല്ലെങ്കിൽ അന്താരാഷ്ട്ര ഏജൻസികളുമായിട്ടും എല്ലാം സമരസപ്പെട്ടുകൊണ്ട് അവരുടെ ആദർശങ്ങളെ ബലികഴിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കേണ്ടുന്ന ഒരു ഗതികേടിലേക്ക് ഈ ഒരു പ്രസ്ഥാനങ്ങൾ എത്തിച്ചേർന്നു. അതുകൊണ്ട് തന്നെ ഇറ്റ് വീക്കൻഡ് ദെയർ ഇനിഷ്യേറ്റീവ്. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ദ ഡേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതെല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. എല്ലാവർക്കും നന്ദി.